ഇറക്കിയിട്ടൊന്നും അല്ല അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അനീഷേട്ടൻ ബിഗ് ബോസിലുള്ളപ്പോഴും അനീഷേട്ടന്റെ നാട്ടുകാർ പറഞ്ഞത് അനീഷ് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ അതേപോലാണ് അനീഷ്. അവിടെ ചെന്ന് വേറെ ഒറ്റപ്പെടൽ കാർഡ് എന്നൊക്കെ അനീഷേട്ടന്റെ പേരിൽ ഒരു കാർഡൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവമില്ല. അനീഷ് നേരത്തെ ബാങ്കിലായിരുന്നു, പിന്നെ അവൻ എഴുത്തുകാരനായി, അങ്ങനെ തന്നെയാണ് നാട്ടുകാർ. കർഷകനാണ്. കേരള വിഷൻ ന്യൂസിന് അനീഷേട്ടനായിട്ടുള്ള ബന്ധം അറിയാം. നമ്മൾ നേരത്തെ കേരള വിഷന്റെ ഫാമിലിയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും എന്റെ ആദ്യത്തെ ബുക്ക് എന്നേരം തുഴഞ്ഞ് പുറത്തിറങ്ങിയപ്പോ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ചാനലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ തൃശ്ശൂർക്ക് വരുമ്പോൾ ഈ കലോത്സവത്തിന് വരുമ്പോൾ ഏറ്റവും ആദ്യം ഇവിടേക്ക് വരണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. കാരണം എന്റെ ആ ഒരു പുസ്തകത്തിന്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അടക്കം എന്നെ സപ്പോർട്ട് ചെയ്തത് കേരള വിഷനാണ്. പ്രത്യേകത എന്ന് പറയുന്നത് ഈ അനീഷേട്ടന്റെ സ്റ്റോറി അല്ലെങ്കിൽ അനീഷേട്ടന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ നേരത്തെ ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? അനീഷ് ആന്റണിയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ എനിക്ക് ആക്ച്വലി അനീഷ് ആന്റണി ആയിട്ട് എനിക്ക് കുറെ കാലത്തെ ഒരു ബന്ധമുണ്ട്. ഒന്നാമത് എന്റെ പഞ്ചായത്തിലുള്ള ഒരു അംഗമാണ് അനീഷ് ആന്റണി. പിന്നെ എന്റെ സ്കൂളിൽ എന്റെ സീനിയർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ലോക്കൽ ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കോളേജിൽ പഠിക്കുമ്പോൾ ലോക്കൽ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ന്യൂസ് പറഞ്ഞിരുന്നത് ക്യാമറാമാൻ, അങ്ങനെ ഓൾ ആൻഡ് ഓൾ ആയിരുന്നു. ഒരു കാര്യം ചെയ്തോട്ടെ, അനീഷ് ആന്റണിയുടെ പഴയ കുറെ കഥകളൊക്കെ അറിയായിരിക്കും അല്ലേ? അറിയായിരിക്കുമെന്നാ പറയുന്നത്. ഉണ്ട് ആ വഴി ഓടി. അപ്പം എന്തായാലും നമ്മൾ കലോത്സവത്തിലാണ് നമ്മൾ കണ്ടുമുട്ടിയത്. എന്തൊക്കെയാണ് കലോത്സവ ഓർമ്മകൾ? അത് കഴിഞ്ഞിട്ട് ഒരു പാട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു പെർഫോമൻസ് കൂടെ വേണം. കലോത്സവത്തിന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2004 തൃശ്ശൂരായിരുന്നു കലോത്സവം ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ കോളേജിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുന്ന ഒരു പ്രായമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവിടെ വന്ന് എല്ലാ മത്സരങ്ങളും കാലത്ത് മുതൽ വൈകിട്ട് വരെ എല്ലാ മത്സരങ്ങളും കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് തൃശ്ശൂർക്ക് വീണ്ടും വന്നപ്പോൾ എനിക്ക് അതിന് സാധിച്ചില്ല, കാരണം ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ 2004 ഫുൾ കലോത്സവം കണ്ട് ഒക്കെ ഞാൻ വണ്ടടിച്ചിരിക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വേറെ ഏതെങ്കിലും ഇവന്റിൽ പങ്കെടുത്തിട്ടുണ്ടോ? സ്കൂൾ ലെവലിൽ ഞാൻ